കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ട്രെയിനുകൾ വൈകിയോടുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഏറനാട് എക്സ്പ്രസ് 2 മണിക്കൂർ വൈകിയോടുന്നു. മുംബൈ CST എക്സ്പ്രസ് 1.5 മണിക്കൂർ വൈകിയോടുന്നു. 6:45 പുറപ്പെട്ടുണ്ട്. ശബരി എക്സ്പ്രസ് ഇതുവരെയും പുറപ്പെട്ടിട്ട് പോലുമില്ല. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നത്. വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ MG പ്രതീഷ്. അപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ക്രിസ്റ്റീന, ഈ മഴക്കാലം തുടങ്ങിയതോടുകൂടി ഈ ട്രെയിൻ യാത്രക്കാരെ സംബന്ധിച്ചും വളരെ ദുരിതമാണ്. കാരണം ഈ റെയിൽപാളത്തിലൊക്കെ തന്നെ ഈ മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് പല ട്രെയിനുകളും മണിക്കൂറുകളോളമാണ് വൈകി ഓടുന്നത്. ആ ദുരിതം ഇന്നും തുടരുന്നു എന്നതാണ് ഈ ട്രെയിൻ സമയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട ഏറനാട് എക്സ്പ്രസ് 2 മണിക്കൂറോളം വൈകി ഓടുന്നുണ്ട്. ഒപ്പം ഈ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട മറ്റ് ട്രെയിനുകളും വൈകി ഓടുന്നു എന്നതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കന്യാകുമാരി എക്സ്പ്രസ് അരമണിക്കൂറോളം വൈകി ഓടുന്നു എന്നതാണ് റെയിൽവേയിൽ നിന്ന് തന്നെ അറിയിക്കുന്ന കാര്യം. 6:45 പുറപ്പെടേണ്ട ഈ ശബരി എക്സ്പ്രസ് ഇതുവരെയും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ടില്ല. മലബാർ എക്സ്പ്രസ് 50 മിനിറ്റ് വൈകി ഓടുന്നു എന്നതാണ് ഈ അറിയിപ്പിൽ നിന്ന് ലഭ്യമാകുന്നത്. കന്യാകുമാരി എക്സ്പ്രസ് 40 മിനിറ്റാണ് നിലവിൽ വൈകി ഓടുന്നത്. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതുവരെയും യാത്ര പുറപ്പെട്ടിട്ടില്ല. കന്യാകുമാരി വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4 മണിക്കൂറാണ് വൈകുന്നത്. ഇതുവരെയും ട്രെയിൻ പുറപ്പെട്ടിട്ടില്ല എന്നതാണ് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ്. ട്രെയിൻ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ഈ റെയിൽപാളത്തിലെ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ട്രെയിൻ വൈകി ഓടുന്നതിന് കാരണമായി പറയുന്നത്. വൈകാതെ തന്നെ ഈ പ്രശ്നം പരിഹരിച്ച ട്രെയിൻ ഈ പുറപ്പെടാത്ത ട്രെയിനുകളൊക്കെ തന്നെ അധികം വൈകാതെ തന്നെ യാത്ര തുടങ്ങുമെന്നതാണ് റെയിൽവേ അധികൃതരും അറിയിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. MG പ്രതീഷാണ് ആ വാർത്തയുടെ തീവണ്ടികൾ വൈകുന്നതിന്റെയും തീവണ്ടികൾ പുറപ്പെടാത്തതിന്റെയും വിവരങ്ങൾ നൽകിയത്.